ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എപ്പിത്തീമിയ അഥവാ അഭിലാഷം പദ്ധതിക്ക് തുടക്കമായി. ചിന്തയും അറിവും കോർത്തിണക്കി വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കരിയർ തിരഞ്ഞെടുക്കാൻ +2 വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ അഭിലാഷം പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. മാർക്കുകളിൽ ഒതുങ്ങാതെ ജീവിതത്തെ ഉയർത്തി കഴിവുകളും ആഗ്രഹങ്ങളും മനസ്സിലാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി മാറുമ്പോൾ ഭൂമിയിൽ മണ്ണിനെ സ്നേഹിക്കുന്നവരും ഉണ്ടാകണമെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് വന്നത് സതീഷ് പറഞ്ഞറിഞ്ഞിട്ടാണ്, കർഷകനായ സതീഷ് പറഞ്ഞിട്ടാണ് ഈ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് 50 കുട്ടികളെയും കൊണ്ട് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയൊരു അനുഭവമാണ്. സാധാരണ ഇപ്പോഴത്തെ പിള്ളേർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രോണിക്സ്, അതുപോലുള്ള എഞ്ചിനീയറിംഗ് മേഖലകളിലേക്കും അതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്കുമാണ് പോകുന്നത്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം മണ്ണിനെ സ്നേഹിക്കുന്ന കുറേ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ ഭൂമിയിൽ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു ലോകത്തിന് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നാളെ അഗ്രികൾച്ചറിലേക്ക്, കൃഷിയിലേക്കും മണ്ണിലേക്കും മടങ്ങുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇതിനായി സ്കൂൾ പഠനത്തിന് ശേഷം കൃഷി സംബന്ധമായ തുടർ പഠനം ആഗ്രഹിക്കുന്ന +2 ബയോസയൻസ് വിഭാഗത്തിലെ 50ഓളം വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ട പദ്ധതിയിൽ പങ്കാളികളാകാൻ അവസരം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം കുട്ടികൾ പെരുമ്പിലാവിലെ ഫാൽക്കൺ ഗ്രൂപ്പ് ചെയർമാൻ മേലെത്തലയ്ക്കൽ മൊയ്തുണ്ണിയുടെ കൃഷിയിടവും പശുവളർത്തൽ കേന്ദ്രവും സന്ദർശിക്കാനായത് വേറിട്ട അനുഭവമായി. കൃഷിയോടുള്ള താൽപര്യം കൂടുതൽ ഉണർത്തുവാനും കാർഷിക വിപണിയിലെ അറിവുകൾ പഠിക്കാനും സന്ദർശനം സഹായകരമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഫാമിലെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നില്ല പശു അതിൻ്റെ ഒരു സ്മെല്ല് അതൊക്കെ, പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഇവർ നല്ല ക്ലീൻ ആയിട്ട് നോക്കുന്നുണ്ട്. ആനിമൽസ് ആണെങ്കിലും ബേർഡ്സിനെ ആണെങ്കിലും എല്ലാത്തിനും വളരെ ക്ലീൻ ആയിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓണർ ഇവരും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഓരോന്ന് ഡൗട്ട് ചോദിക്കുമ്പോൾ അതേപോലെ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് കഴിക്കാനും തരുന്നുണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താല്പര്യത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളും, ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നോക്കിയും കണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കുട്ടികൾ ഇനി ആരെങ്കിലും വന്നാലും നമ്മൾ കാണിച്ചു കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. നമുക്കറിയാം എല്ലാ ആളുകളും കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഹൈടെക് ഫാം ഇപ്പോൾ ഇവിടെ സന്ദർശിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾ പറഞ്ഞു, നമുക്കൊരു ഫാമിൽ പോയാളൊരു ദുർഗത നമുക്കറിയാം. ഒരു ഫാമിലാണ് ചെന്ന് അവിടെ നമ്മളൊരു കണ്ണ് കെട്ടിയ ഒരാളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഒരു ഫാമിലാണെന്ന് നിൽക്കുന്നത് നമുക്ക് തോന്നില്ല. ഹൈടെക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ രീതിയിലുള്ളതാണ് നടപ്പിലാക്കുന്നത്. ഹൈടെക് പശു ഫാം, മത്സ്യകൃഷി, അലങ്കാര പക്ഷികൾ, പരിസ്ഥിതി സൗഹൃദ കൃഷിരീതി, മണ്ണിര കമ്പോസ്റ്റ്, മണ്ണ് പരിശോധന, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ഓളം അപൂർവമായ ബലവൃക്ഷങ്ങൾ, തേനീച്ച വളർത്തൽ, റബ്ബർ പ്ലാന്റേഷൻ, കൊക്കോ മരങ്ങൾ, വാഴകൃഷി, കുരുമുളക്, ജാതി, അടയ്ക്ക, തെങ്ങ്, കുടംപുളി, പ്ലാവ്, മാവ് എന്നിവ അടങ്ങിയ ഫാൽക്കൺ ഫാമിന്റെ കൃഷിവിസ്മയം വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവായി. കടവല്ലൂർ കൃഷി ഓഫീസർ ഷെഫ്രീന ഷെറിൻ, കൃഷി അസിസ്റ്റന്റ് റോണി ചീരൻ, കർഷകൻ PS സതീഷ് കുമാർ കൃഷിപാഠങ്ങൾ വിശദീകരിച്ചു. അടുത്ത ഘട്ടം അഭിഭാഷക ജോലിയിൽ താൽപര്യമുള്ളവരെ കോടതിയും അഭിഭാഷക ഓഫീസുകളും സന്ദർശിക്കാൻ അവസരമൊരുക്കും. പ്രിൻസിപ്പാൾ ഡോക്ടർ സജീന ഷുക്കൂർ, അധ്യാപകരായ കമറുദ്ദീൻ, റസീന, നഫീസ, പ്രവിത, തസ്നി എന്നിവർ നേതൃത്വം നൽകി.